ജ്ഞാനായ മക്കളെ മുഴുവൻ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് അടുത്ത കാലത്ത് അനൗചിത്യപരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന തീരുമാനങ്ങളും വിളംബരങ്ങളും ലോകമെമ്പാടുമുള്ള ജ്ഞാനായ മക്കളിൽ ഒട്ടേറെ ആശങ്കകളും അതുവഴിയായി പ്രതികരണ മനോഭാവവും ജനിപ്പിച്ചിരിക്കുകയാണ്. 17ഓളം നൂറ്റാണ്ടുകളോ അല്ലെങ്കിൽ കുറച്ചുകൂടി പുറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ 2000-ൽ പരം വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നിധി പോലെ കാത്തു സൂക്ഷിച്ച തനിമയും പാരമ്പര്യങ്ങളും ഒരു ചില്ല് കൊട്ടാരം പോലെ ഉടഞ്ഞ തരിപ്പണമായ സ്ഥിതിവിശേഷത്തിലാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ കാലം മുതൽ അവനെ തൊട്ടറിഞ്ഞ ക്രൈസ്തവ വിശ്വാസികളായ യഹൂദ ജനതയുടെ പിൻതലമുറക്കാരാണ് നാം. 345-ൽ കേരള മണ്ണിൽ കുടിയേറി അതൊരു പ്രേക്ഷിത കുടിയേറ്റമായിരുന്നുവെന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അന്ന് കേരള മണ്ണിൽ വേരൂന്നിയ നാം പിൽക്കാലത്ത് തൊഴിൽ സാധ്യതകളും മെച്ചപ്പെട്ട ജീവിത സൗകര്യങ്ങളും തേടി ലോകത്തിന്റെ നാനാഭാഗത്തേക്ക് കുടിയേറി. അങ്ങനെ നല്ലൊരു സംഖ്യ, ഏതാണ്ട് 20,000-ൽ പരം ആളുകൾ നോർത്ത് അമേരിക്കയിലും കാനഡയിലുമായിട്ട് ഇന്ന് എത്തിയിട്ടുണ്ടെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. ചുരുക്കത്തിൽ ഇത് തൊഴിൽ സാധ്യതകൾ തേടിയുള്ള ഒരു കുടിയേറ്റമായിരുന്നു. 1976-ൽ ന്യൂയോർക്കിൽ ഫാദർ ജെയിംസ് കുടിലിന്റെ നേതൃത്വത്തിൽ 1979-ൽ ഷിക്കാഗോയിലും ജ്ഞാനായ സംഘടനകൾ രൂപം കൊണ്ടപ്പോൾ അത് ജ്ഞാനായക്കാർക്ക് സ്വന്തം രക്തത്തോടുള്ള അഫിനിറ്റിയും ആ കൂട്ടായ്മയിലൂടെ തനിമ നിലനിർത്തുവാനുള്ള ആവേശവുമായിരുന്നു. 1983-ൽ ഷിക്കാഗോ അതിരൂപതയിൽ മലയാളം സ്പീക്കിംഗ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഒരു മിഷൻ ആരംഭിച്ച് ആദ്യമായി ബഹുമാനപ്പെട്ട ചൊള്ളമ്പേൽ ചാക്കുട്ടിയത്തിനെ അതിന്റെ ഡയറക്ടറായി നിയമിച്ചു. ആഴ്ചയിൽ ഒരിക്കൽ ഒത്തുചേരുക, ഒരു ദിവ്യബലി അർപ്പിക്കുക, ഇതൊക്കെയായിരുന്നു ലക്ഷ്യം. 1986-ൽ ശ്രീ തോമസ് മുഴക്കൽ ചെയർമാനായിട്ടുള്ള ആദ്യത്തെ ജ്ഞാനായക്കാരുടെ കൺവെൻഷൻ നടന്നു. അതേ തുടർന്ന് 1988-ൽ ശ്രീ ഏബ്രഹാം നിരവത്ത് പ്രസിഡന്റായിക്കൊണ്ട് KCCNA എന്ന മാതൃസംഘടന രൂപം കൊണ്ടു. ഇന്നത് 20 ലോക്കൽ യൂണിറ്റുകളുള്ള ഒരു ഫെഡറേഷൻ ആയിരിക്കുകയാണ്. ജ്ഞാനായ സമുദായങ്ങളെ എൻഡോക്രമസായി മുൻപോട്ട് നയിക്കുക എന്നുള്ളതായിരുന്നു ഈ സംഘടനകളുടെ എല്ലാം പ്രധാന ലക്ഷ്യം. 1986-ൽ പൗരസ്ത്യ തിരുസംഘം ലത്തീൻ ആർച്ച് ബിഷപ്പിന് നൽകിയ റീസ്ക്രിപ്റ്റ് ജ്ഞാനായ സമൂഹത്തിന് സ്വയം സംരക്ഷിക്കപ്പെടുവാനും സഭാ മേൽനോട്ടത്തിലൂടെ എൻഡോക്രമസായി തുടരുവാനുമുള്ള വ്യക്തികളുടെ സ്വാതന്ത്ര്യത്തിന് ഒരു കൂച്ചുവിലങ്ങിടുകയായിരുന്നു. ആ കൂച്ചുവിലങ്ങ് നിലനിൽക്കെ കരോട്ടമ്പ്ര പിതാവ്, വർഗിപ്പിതാവ് തുടങ്ങിയവർ ഇവിടെ കടന്നുപോയി. ഒരു കയ്യിൽ സീറോ മലബാർ സഭയും മറ്റേ കയ്യിൽ ജ്ഞാനായക്കാർക്ക് സ്വയം അധികാര സഭയും ആയിട്ടാണ് അവർ കടന്നുപോയത്. ജ്ഞാനായ മക്കളെല്ലാം ഇത് ഒരു വലിയ കുഴപ്പമില്ലല്ലോ എന്ന് വിശ്വസിച്ചു. 2001-ൽ ഷിക്കാഗോയിൽ സീറോ മലബാർ രൂപത അങ്ങാടിയത്ത് പിതാവിന്റെ നേതൃത്വത്തിൽ കടന്നു വരുന്നു. ജ്ഞാനായക്കാർക്കുള്ള വാഗ്ദാനം നിലനിർത്തിക്കൊണ്ടാണ് കടന്നു വരുന്നത്. പാവം ജ്ഞാനായക്കാരും മത്സരിച്ച് വാരിക്കോരി സംഭാവനകളും സ്വീകരണങ്ങളും ഒക്കെ കൊടുത്തു. തുടർന്ന് മെമ്പർഷിപ്പ് സംവിധാനമില്ലാത്ത ജ്ഞാനായ റീജനും മിഷനും ഇടവകളും ഒക്കെ കടന്നു വരുന്നു. ടാമ്പായിൽ ബഹുമാനപ്പെട്ട മുത്തോലത്തച്ഛൻ ഒരു ചെറു പിഞ്ചിരിയുമായിട്ട് കടന്നു വന്നപ്പോൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞതാണ്, ഇവിടെ ഒരു ഇടവക വരുന്ന സാഹചര്യം വരുമ്പോൾ അതൊരു എത്നിക് പാരിഷ് ആയിരിക്കും. ബൈ നേച്ചർ ആർക്കും മെമ്പർഷിപ്പ് എടുക്കാവുന്ന ഒരു സഭാ സംവിധാനം. പക്ഷേ നമ്മളിവിടെ മെമ്പർഷിപ്പ് കൊടുക്കാതെ നമ്മുടേതായിട്ട് തന്നെ അത് സംരക്ഷിക്കുന്നു. എല്ലാവരും വാരിക്കോരിയും അല്ലാതെയും സംഭാവനകൾ കൊടുത്തു പള്ളിയും ഇടവകയും ടാമ്പായാലും ഉണ്ടാകുന്നു. അതുപോലെ അമേരിക്കയുടെ നിരവധി ഭാഗങ്ങളിലും വിശ്വാസികളുടെ ആരാധനാ സ്വാതന്ത്ര്യത്തെ നാം എന്നും പ്രോത്സാഹിപ്പിച്ചിട്ടേ ഉള്ളൂ. അത് ഈ സംഘടനയുടെ പുറകോട്ടുള്ള ചരിത്രം നോക്കിയാലും നമുക്കറിയാവുന്നതാണ്.
ഇനി ഈ അടുത്ത നാളുകളിൽ അഭിമന്യ മൂലക്കാട്ട് പിതാവുമായിട്ടുള്ള ലോസ് ആഞ്ചലസിൽ നടന്ന മീറ്റിങ്ങുകളും ഷിക്കാഗോയിൽ നടത്തിയ വിളംബരങ്ങളുടെയും അടിസ്ഥാനത്തിൽ എനിക്കിവിടെ പ്രധാനമായിട്ടും 3 ചോദ്യങ്ങളാണുള്ളത്. ഒന്ന്, ജൂലൈ മാസത്തിൽ ഒർലാൻഡോയിൽ വെച്ച് നടക്കുന്ന ഗ്രാനായ കൺവെൻഷന് അങ്ങാടിയത്ത് പിതാവ് പങ്കെടുക്കണമെങ്കിൽ 2008 പുനരാവിഷ്കരിച്ച് അങ്ങാടിയത്ത് പിതാവിന് നൽകിയ സീറോ മലബാറുമായിട്ടുള്ള കണ്ടീഷണൽ സഹകരണം അത് പിൻവലിക്കണം. ഇനി അങ്ങാടിയത്ത് പിതാവ് സമ്മതിച്ചില്ല എങ്കിൽ നമ്മുടെ പിതാക്കന്മാർക്കും അച്ഛന്മാർക്കും പങ്കെടുക്കുവാൻ ബുദ്ധിമുട്ടാകും. ഇത് 2 വർഷത്തിലൊരിക്കൽ, പ്രത്യേകിച്ച് ഈ പ്രതിസന്ധികളൊക്കെ നിലനിൽക്കുന്ന ഈ അവസരത്തിൽ നമ്മുടെ പാരമ്പര്യങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും തനിമയും ഒരുമയും ഒക്കെ ഏറ്റുപറയുവാനും എടുത്തു പറയുവാനും സ്വന്തം രക്തത്തെ തിരിച്ചറിയുവാനുമുള്ള ഏക അവസരമാണ്. ഇത് നമ്മുടെ മാത്രമായ ഒരു കുടുംബ കൂട്ടായ്മയാണ്. ക്നാനായക്കാർ എല്ലാ തരത്തിലുള്ള സഭാ സംവിധാനങ്ങളോടും യോജിച്ചും സഹകരിച്ചും വിധേയത്വം കൽപ്പിക്കേണ്ടവരോട് അത് പ്രകടിപ്പിച്ചും ജീവിക്കുന്നവരാണ്. അതിന്റെ വെളിച്ചത്തിലാണ് അങ്ങാടിയത്ത് പിതാവിനെ ബഹുമാനപൂർവ്വം നാം ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ അസ്തിത്വം നിലനിർത്തുന്നതിന് വിശ്വാസത്തിന്റെ നിറവിൽ പാരമ്പര്യങ്ങളും തനിമയും ബലികഴിക്കപ്പെടാതിരിക്കുന്നതിനു വേണ്ടി ഈ വരുന്ന കനാനായ കൺവെൻഷൻ ഒരു മുഖ്യ വേദിയാക്കുവാൻ നിങ്ങളോട് ഓരോരുത്തരോടും ഞാൻ ഈ അവസരത്തിൽ ആഹ്വാനം ചെയ്യുകയാണ്. എന്റെയും നിങ്ങളുടെയും ചിറകളിൽ കൂടി ഒഴുകുന്ന അതേ രക്തം ഒഴുകിക്കൊണ്ടിരിക്കുന്നു എന്ന് നാം വിശ്വസിക്കുന്ന സഭാപിതാക്കന്മാരും വൈദികരും ആരുടെയും അനുവാദത്തിനായി കാത്തിരിക്കേണ്ട ആവശ്യമില്ല എന്ന് അസന്നിഗ്ധമായിട്ട് ഞാൻ ഈ അവസരത്തിൽ പ്രഖ്യാപിക്കുകയാണ്. KCCNA തലത്തിൽ അതിന് അനിവാര്യമായ തീരുമാനങ്ങൾ എടുത്ത് സഭാ നേതൃത്വവുമായി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യം നിങ്ങളേവരും അറിഞ്ഞു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ബഹുമാനപ്പെട്ട പത്രോസച്ചന്റെയും പള്ളിയോഗങ്ങളുടെയും ഒക്കെ നേതൃത്വത്തിൽ എത്രയും വേഗം എൻഡോകമസ് മെമ്പർഷിപ്പിന് വേണ്ടിയുള്ള നടപടികൾ ആരംഭിക്കും എന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ്. ഇനി എന്റെ രണ്ടാമത്തെ ചോദ്യം, അഭിമന്യ മൂലക്കാട്ട് പിതാവ് തനിക്ക് ജൂറിസ്ഡിക്ഷൻ ഇല്ല എന്ന് സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് ക്നാനായക്കാരന്റെ മെമ്പർഷിപ്പിനെ സംബന്ധിച്ച് നടത്തിയ വിളംബരം ഏതാണ്ട് 17 നൂറ്റാണ്ടുകളോ അതിൽ കൂടുതലോ തനിമയിൽ വളർന്ന് ഏതാണ്ട് 1 നൂറ്റാണ്ടുകാലമായി ഒരു രൂപതയായും ചോദ്യം ചെയ്യപ്പെടാത്ത അംഗത്വവുമായി നിലനിന്ന് അതിനെ സാധൂകരിക്കുന്ന എല്ലാ കൽപ്പനകളും കയ്യിൽ പിടിച്ചുകൊണ്ട് നടത്തിയ വിളംബരം തികച്ചും അനൗചിത്യപരമായി എന്ന് ഞാൻ ഉറക്കെ പറയുവാൻ എനിക്കും എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല. അത് നമ്മൾ സമ്മതിക്കില്ല എന്ന് ഞാൻ ആവർത്തിച്ച് പറയുകയാണ്. ഇവിടെ അങ്ങാടിയത്ത് പിതാവോ മൂലക്കാട്ട് പിതാവോ അല്ലെങ്കിൽ ഷിക്കാഗോയിൽ മുത്തോലത്തച്ഛനോ അല്ലെങ്കിൽ ഇവിടെ പത്രോസച്ചനോ സമുദായത്തിൽ നിന്നും മാറിക്കെട്ടിയവർക്കോ കർമ്മം കൊണ്ട് കനായത്തെ നഷ്ടപ്പെട്ടവർക്കോ സഭാ സംവിധാനങ്ങൾ ചെയ്തു കൊടുക്കുന്നു എന്നതിൽ ഞാൻ എതിരല്ല. പക്ഷേ അതുകൊണ്ട് ഞാനും നിങ്ങളും നൂറ്റാണ്ടുകളായി ഒരു നിധി പോലെ അല്ലെങ്കിൽ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു പരിപാലിക്കുന്ന തനിമയിൽ ഒരു പോറിലേക്കാൻ പോലും ഞാൻ സമ്മതിക്കില്ല. പൗരസ്ത്യ സുറിയാനി ലത്തീൻ പിന്നെ ഇപ്പോൾ സീറോ മലബാർ മേലധ്യക്ഷന്മാരുടെ ഒക്കെ ഭരണത്തിലൂടെ കടന്നു വന്നവരാണ് നാം. ഇവിടെ വെറും കേവല ഭൂരിപക്ഷമായി മാറിയിരിക്കുന്നവരുടെ അജപാലനത്തെ സംരക്ഷിക്കുവാൻ ശ്രമിക്കുമ്പോൾ ബഹുഭൂരിപക്ഷം വരുന്ന തനിമ പാലിച്ചുകൊണ്ടിരിക്കുന്ന ജനവിഭാഗത്തിന് അവരുടേതായ സ്വാതന്ത്ര്യമുണ്ട് എന്ന് വിസ്മരിക്കരുത്. നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്, 1960കളിലും 70കളിലുമൊക്കെ കുടിയേറിയ ഗ്രാനായ മക്കൾ അവരുടെ വിവാഹത്തിന് വേണ്ടിയിട്ട് നാട്ടിൽ പോയാണ് വിവാഹങ്ങൾ നടന്നുകൊണ്ടിരുന്നത്. ഇന്ന് ഈ വരും തലമുറ ഈ പ്രഖ്യാപനത്തിന് ശേഷം അത് പാലിക്കേണ്ട സാഹചര്യമുണ്ടായാൽ ഗ്രാനായ സമുദായത്തിന്റെ നാശത്തിന് തന്നെ അത് ഒഴിയെടുക്കും എന്ന് ഞാൻ പ്രഖ്യാപിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, ഇവിടെ നിങ്ങളുടെ അംഗത്വം ചോദ്യം ചെയ്യപ്പെടുന്ന അവസരത്തിൽ നമുക്ക് ഇവിടെ ജോർജ് അച്ഛന്റെ സീറോ മലബാർ പള്ളിയോടും
കാത്തലിക് പള്ളിയോടും സേക്രഡ് ഹാർട്ട് പള്ളിയോടും സമദൂരം അല്ലെങ്കിൽ ഈക്വൽ ഡിസ്റ്റൻസ് പോളിസി പാലിക്കേണ്ട ആവശ്യമേ ഉള്ളൂ. അങ്ങനെ അംഗത്വം ചോദ്യപ്പെടുന്ന ഈ ഘട്ടത്തിൽ അടുത്ത കാലത്ത് കേരളത്തിൽ തുടങ്ങിവെച്ച സ്വയാധികാര സഭയുടെ കൃത്യാധികാരം അതേ രീതിയിൽ വ്യാപിപ്പിക്കുന്നതിന് വേണ്ടി അവർ നടത്തുന്ന സമരങ്ങളോടും ഉദ്യമങ്ങളോടും ഐക്യം പ്രഖ്യാപിക്കേണ്ടത് അത് നാം ഇവിടെ ലോക്കൽ തുടങ്ങി വെച്ചിട്ടുണ്ട്. അത് പള്ളിയുടെ നടപടികളിലൂടെയും ഉടൻ തുടങ്ങേണ്ടിയിരിക്കുന്നു. KCCNA തലത്തിലും അതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നറിയിക്കുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. നാട്ടിലെ കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിനും നമ്മുടെ എല്ലാ സഹോദരങ്ങളുടെയും വികാരങ്ങൾക്കും എല്ലാവിധ പിന്തുണയും ഒരിക്കൽ കൂടി ഞാൻ വാഗ്ദാനം ചെയ്യുകയാണ്. ഇനി ഈ പുതിയ മെമ്പർഷിപ്പ് സംവിധാനങ്ങൾ പാലിക്കേണ്ടി വരുന്ന അവസരത്തിൽ നിങ്ങൾക്കറിയാമല്ലോ, സഭാ സംവിധാനങ്ങൾ പ്രവർത്തിക്കേണ്ടത് മേലധികാരികളുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണല്ലോ. എനിക്ക് അപേക്ഷിക്കുവാനുള്ളത് ഇവിടുത്തെ എക്സിക്യൂട്ടീവിനോടും പത്രോസിനോടുമാണ്. അതിന് നിങ്ങളുടെ ഓരോരുത്തരുടെയും പിന്തുണ ഉണ്ടാകും എന്ന് ഞാൻ കരുതുകയാണ്. നാം കഷ്ടപ്പെട്ട് പണിതുയർത്തിയ മനോഹരമായ ഈ കെട്ടിടവും 6 ഏക്കർ സ്ഥലവും സ്വന്തമായിട്ടുണ്ട്. അത് ആർക്കും എഴുതി കൊടുത്തിട്ടുമില്ല. തനിമയും ഒരുമയും ബലികഴിക്കാൻ നാം തയ്യാറല്ല. അതോടൊപ്പം നമ്മളുടെ അടിസ്ഥാനപരമായ വിശ്വാസവും. അതുകൊണ്ട് ഞായറാഴ്ചകളിൽ മാത്രം മതി ഈ കമ്മ്യൂണിറ്റി സെന്ററുകൾ തുറന്നതെന്ന് പത്രോസിച്ചൻ ഏതെങ്കിലും ഒരു സമയത്ത് എൻഡോഗമി ബലികഴിക്കുവാൻ അല്ലാത്തവർക്ക് വേണ്ടി ഒരു കുർബാന ചെല്ലുവാൻ തയ്യാറാകണം. ഇനി നമ്മുടെ ഈ ഒപ്പുശേഖരണവും ഉദ്യമങ്ങളും ഒക്കെ വിജയിക്കുകയാണെങ്കിൽ, അന്ന് സാമ്പത്തികം അനുവദിക്കുകയാണെങ്കിൽ ഈ തൊട്ടടുത്ത സ്ഥലത്ത് ഒരു എൻഡോകോമസ് പള്ളിയും പണിയുവാനുള്ള അവസരം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ പ്രത്യാശിക്കുകയാണ്. മറ്റ് യൂണിറ്റുകളിലും തത്തുല്യമായ സംവിധാനങ്ങൾ ഉണ്ടാകുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നത് വളരെ നല്ലതായിരിക്കും എന്ന് ഞാൻ കരുതുകയാണ്. ഇനി മൂന്നാമത്തതും അവസാനത്തതുമായ ചോദ്യം, അഭിമന്യ മൂലക്കാട്ട് പിതാവ് മാറ്റി പ്രസ്താവിക്കുകയുണ്ടായി. അൽമായ സംഘടനയും ഇടവകയും ഒരു നാണയത്തിന്റെ 2 വശങ്ങളല്ല. ഇവിടുത്തെ സംഘടനകൾ ഒരു സഭാഘടകമായി പ്രവർത്തിക്കേണ്ടതാണ് എന്ന്. എന്റെ സഹോദരങ്ങളോട് ഞാനൊന്ന് ചോദിക്കട്ടെ, ഇന്ന് നോർത്ത് അമേരിക്കയിൽ എൻഡോഗമി ഉറക്കെ പറയുവാനും പാലിക്കപ്പെടുവാനും സംരക്ഷിക്കുവാനുമുള്ള ഏകവേദി ഈ സ്വതന്ത്ര സംഘടനകളാണ്. ആയതുകൊണ്ട് ഈ സംഘടനകളുടെ തായ്വേരിൽ കത്തിവയ്ക്കുന്ന എല്ലാ ഉദ്യമങ്ങളും ശക്തമായി ചെറുക്കുവാനും സംഘടനയെ കൂടുതൽ ശക്തമാക്കുവാനുമുള്ള യാതൊരുവിധ നിബന്ധനകളുമില്ലാതെ എന്റെ വ്യക്തിപരമായ പിന്തുണ ഞാൻ ഈ അവസരത്തിൽ വാഗ്ദാനം ചെയ്യുകയാണ്. അതോടൊപ്പം ഈ സ്വതന്ത്ര സംവിധാനം നാട്ടിലെ സംഘടനകൾ കൂടി ആക്കുവാൻ കേരളത്തിലെ കത്തോലിക്ക സഭാ നേതൃത്വത്തോട് ആവശ്യപ്പെടുകയുമാണ്. അതിനായി ചെറിയ സാമ്പത്തിക സപ്പോർട്ട് ആവശ്യമാണെങ്കിൽ അതിനും നാം തയ്യാറാകണം എന്ന് ഞാൻ ഈ അവസരത്തിൽ അപേക്ഷിക്കുകയാണ്. ഈ ജൂലൈ മാസത്തിൽ നടക്കുന്ന ഒർലാൻഡോ കൺവെൻഷനിൽ മറ്റ് വിഷയങ്ങൾക്ക് ഒക്കെ മാറ്റിവെച്ച് മേൽപ്പറഞ്ഞ വിഷയങ്ങൾക്ക് ഊന്നൽ കൊടുത്തുകൊണ്ട് 25 വർഷം ശക്തമായി പിന്നിട്ട KCCNAക്ക് ഉണർവും കരുത്തും പകർന്ന് അടുത്ത 25 വർഷം ലക്ഷ്യമിട്ട് തനിമയിൽ ജനിച്ച് തനിമയിൽ ജീവിച്ച് തനിമയിൽ മരിക്കുവാൻ നിങ്ങളെ എവരെയും ഒരിക്കൽ കൂടി ആഹ്വാനം ചെയ്തുകൊണ്ട് നന്ദി, നമസ്കാരം.